ഒന്ന് നിന്നേ. എവിടെ പോവാ? തുടങ്ങി. കോടതിയിലേക്ക് പോവാ. നീ എന്തിനാ കോടതി പോന്നേ? നീ പോയാ എന്നെ ആര് നോക്കും? ഞാൻ ഉടനെ വരും. ഇതിന് അത്യാവശ്യമുള്ളതുകൊണ്ടാ. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും നീ ഇപ്പൊ പോണ്ട. കേസ് സിദ്ധുവല്ലേ വാദിക്കുന്നത്, പിന്നെന്തിനാ നീ പോകുന്നു? അതെന്റെ ഇഷ്ടം. അത് ചോദിക്കാൻ നീ ആരടി? മിണ്ടരുത്. ഞാൻ ആദ്യം ചോദിച്ചത്. ഒച്ച പൊങ്ങരുത്. പൊരവള്ളി എടുത്ത് ഞാൻ പുറത്തിടും. എന്തൊരു ശല്യം ഇത്. ഏർപ്പൊടിയാത്ത കോടതി പാൻ വന്നിരിക്കുന്നു. നീ ഇവിടുന്ന് പുറത്തിറങ്ങിയെന്ന് അറിഞ്ഞ വരുമ്പോ നിന്റെ അന്ത്യായിരിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കടി. കോടതി പാൻ വന്നിരിക്കുന്നു ഒരുങ്ങിക്കെട്ടി. പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാ പ്രേമേച്ചി. എങ്ങോട്ടും പോവാൻ നിക്കണ്ട. നിനക്ക് സന്തോഷമായല്ലോ അല്ലേ? ഞാനെന്തിനാ സന്തോഷിക്കുന്നു? എല്ലാം നിന്റെ കയ്യിലിരിപ്പിന്റെ ഫലം കൊണ്ട് സംഭവിക്കുന്നല്ലേ ചന്ദ്രൻ. ആ പിന്നെ വിഷ്ണു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാലും അവനുമായിട്ട് അധികം കൂട്ട് വേണ്ട കേട്ടോ. അവനൊരു മഹാ വൃത്തികെട്ടവൻ. അവൻ നിന്നെ ചതിക്കും. വിഷ്ണു അങ്ങനെയൊന്നും ചെയ്യില്ല. ആര് പറഞ്ഞു? ആ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ അവനൊരു പക്ക ഫ്രോഡാണെന്ന്. ഓ, ആരാണാവോ അവന്റെ ഭാര്യ? ആരാണെങ്കിലും അവള് പെട്ടിരിക്കുക. മതിയടി കുറ്റം പറഞ്ഞത്. വിഷ്ണുവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? എന്തിനെ കൂടുതൽ അറിയുന്നു? എവിടെ ഇപ്പൊ ഉള്ളത്? ജയിലിലല്ലേ? ഇനി കൂടുതൽ എന്തറിയാനാ? എന്തായാലും അവന്റെ ഭാര്യയുടെ കാര്യം കഷ്ടമാ. ഇനിയിപ്പോ ഭാര്യ ഉണ്ടോ എന്ന്? 1 ആണോ 9 ആണോ ആർക്കറിയാം? നിന്നോട് പറഞ്ഞത് നിർത്താൻ. അത് നീ നന്നാവാൻ നോക്ക്. എന്നിട്ട് മതി ബാക്കിയുള്ളവരെ നന്നാക്കല്. നീ വിഷ്ണുവിന്റെ വലയിലൊന്നും ചെന്ന് ചാടാതിരിക്കുന്ന നിനക്ക് നല്ലത്. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സാറേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണോ? ആ മാലിന്യ ആരാണെന്ന് സാറിന് അറിയാം? അറിയാം. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നടക്കുന്നത് അവളല്ലേ? എന്നാലേ ആ തോന്നൽ അങ്ങോട്ട് സാറ് മാറ്റിക്കും. ഇതെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതെ, അവരുടെ പിന്നില് വേറെ ആളുണ്ട് സാർ. അതൊരു കൊട്ടേഷൻ. ഉദ്ദേശം അക്ഷര മേഡം. അതുവഴി സാറും ഈ കുടുംബവും. ആരാ സ്വാമി ഇതിന്റെ പിന്നിൽ? സീതാലക്ഷ്മിയാണ്. തങ്കച്ചൊന്നും ഈ വക തറ വേല ചെയ്യില്ല സാറേ. എന്തെങ്കിലും പറയണ്ടെങ്കിൽ നേരെ വന്നങ്ങോട്ട് പറയും. ഇതൊരുമാതിരി. താൻ ആളാരാണെന്ന് പറ. ദേവിക. അവരാ സാറേ ഇതിന്റെ പിന്നിൽ. ദേവിക? അതെ സാറേ. ഈ മാലിനി എന്ന് പറയുന്നവള് ആരാന്ന് അറിയോ സാറിന്? ദേവികയുടെ ബന്ധു, സ്വന്തം ചേച്ചി. അപ്പൊ പിന്നെ ഊഹിച്ചോടെ സാറേ ബാക്കി. ദേവികയുടെ ഭർത്താവിന്റെ മരണത്തിന്റെ പിന്നില് നിരഞ്ജൻ സാറും അക്ഷര മേഡം ഉണ്ടെന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പലപ്പോഴും അവരത് പറഞ്ഞിട്ടുള്ളതാ. ആ നീരസവും പകയും ഇപ്പോഴും അവർക്ക് നിരഞ്ജൻ സാറിനോട് അക്ഷര മേഡത്തിനോട് ഉണ്ട്. തന്റെ ഭർത്താവിനെ കൊന്ന് കുടുംബം തകർത്തവരോട് പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ലൊരു വഴി വേറെ ഇല്ലല്ലോ. നിരഞ്ജൻ സാറിനെ അക്ഷര മേഡത്തിനെ രണ്ടാക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ സ്വാമി. അവരെ വെറുതെ വിട്ടാ ശരിയാവില്ല സാറേ. അവർക്കൊരു തടയിട്ടില്ലെങ്കിൽ സാറിന്റെ മകളുടെ കുടുംബം തകരും. അവരത് കണ്ട് ചിരിക്കും. സ്വാമി ഒരു കാര്യം ചെയ്യും. എത്രയും പെട്ടെന്ന് ഇതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ അവളുടെ വീട് വരെ ഒന്ന് പോകണം. അതെ സാറേ, അത് തന്നെയാ ചെയ്യേണ്ടത്. ഇനി അത് നീട്ടിക്കൊണ്ട് പോകരുത്.
എന്താ എന്താ സിദ്ധു ഇനി അങ്ങോട്ടുള്ള പ്ലാൻ? പ്രേമിച്ചയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? വേണം. ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞല്ലോ. മിക്കവാറും 6 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് കിട്ടും.